അപ്പൊ നിന്റെ പഠിപ്പ്? പഠിപ്പൊക്കെ പിന്നെ അമ്മാവൻ തിരുമനസിനെ കഴിഞ്ഞാൽ മറ്റെന്തോ ഉള്ളൂ. സുഖമില്ലാന്ന് കേട്ടപ്പോ ഞാൻ ആകെ അങ്ങ് നടുങ്ങിപ്പോയി. ഇച്ചിരി ഉള്ളി ഉണ്ടെങ്കിൽ കണ്ണോട്ടൊന്ന് ചാടിക്കോട്ടെ. അയാളൊന്ന് ഭംഗിയായിട്ട് കരഞ്ഞോട്ടെ. പരിരക്ഷിക്കൊന്നും വേണ്ട കേട്ടോ. ഏട്ടന്റെ കാലം കഴിഞ്ഞ അടുത്ത ഹൈന് ശിവനാ. അത് മുന്നിൽ കണ്ട ഏട്ടൻ തന്നെ ഇവന് രാജരാജവർമ്മ എന്ന് പേരിട്ടിരിക്കണേ. ഉദയവർമ്മയ്ക്ക് ശേഷം ആരാ ഹൈനസ്? സുഭദ്രയുടെ മകനോ? അനന്തരവന്മാരിൽ മൂത്തയാള് ഞാനാ. അത് മാത്രമല്ല, ശൂദ്രന്മാരായിട്ടുള്ള വേളിയിൽ ഉണ്ടായതല്ല അവൻ. അവന്റെ അച്ഛൻ ആറ്റിങ്ങൽ കൊട്ടാരത്തിൽ അസൽ വർമ്മയാ. എന്റെ ഭർത്താവ് ശൂദ്രനാണെങ്കിലും നല്ല പഠിപ്പും അന്തസ്സും ഉള്ളവനാ. അല്ലാണ്ട് ഏട്ടത്തിയുടെ ഭർത്താവിനെ പോലെ ഗതിയില്ലാത്തവനൊന്നും അല്ല. ഒന്ന് നിർത്തണുണ്ടോ? വെറുതെ അല്ല അദ്ദേഹം ഒന്ന് കാണാൻ പോലും സമ്മതിക്കാത്തത്. ഇനിയും കലഹിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ ഇപ്പൊ ചെന്ന് തിരുമനസിനോട് പറയും. പിന്നെ ഒരെണ്ണത്തിന് ഈ കൊട്ടാരത്തിന്റെ മതിൽക്കകത്തേക്ക് ഇങ്ങോട്ട് കയറ്റില്ല, ഞാൻ പറഞ്ഞേക്കാം. കുട്ടി ഇതെവിടെയായിരുന്നു? അമ്മയുടെ അടുത്തായിരുന്നു. കുറെ നേരമായി തിരുമനസ് അന്വേഷിക്കാൻ തുടങ്ങിട്ട്. അങ്ങോട്ട് ചെല്ലൂ. കണ്ട ശൂദ്രച്ചകൾക്ക് എന്തിനും അവകാശമുണ്ട്. മഹാരാജാവിനെ അച്ഛാന്ന് വിളിക്കുന്നു, മഹാറാണി അമ്മയെന്ന് വിളിക്കുന്നു. ഒരേ രക്തത്തിൽ പിറന്ന നമ്മള് പുറത്ത്, അന്യര്. പുറത്ത് എന്ന് പറഞ്ഞല്ലോ. എന്നേക്കായിട്ട് പുറത്താകാൻ വലിയ താമസമില്ല. എല്ലാരും മനസ്സിലായിക്കൊള്ളീൻ. ശംഭോ മഹാദേവ. ഉണർന്നു പറഞ്ഞു. ഉണർന്നു, വീണ്ടും ഒന്ന് മയങ്ങി. മരുന്ന് കൊടുത്തില്ലേ? ഇല്ല, മയങ്ങിയതുകൊണ്ട് പിന്നെ വിളിച്ചില്ല. കുട്ടി വന്നിട്ട് ഉണർത്താം എന്ന് കരുതി. അച്ഛാ, അച്ഛാ. പനി ഒട്ടുമില്ല. കുട്ടി എവിടെയായിരുന്നു? അമ്മയുടെ അടുത്തുണ്ടായിരുന്നു. കാത്തിരിപ്പൊക്കെ കഴിഞ്ഞോ? ഞാൻ കട്ടിലിൽ കൊണ്ട് കിടത്തിയിട്ടാ പോന്നത്. ഇന്ന് ഇത്തിരി കരഞ്ഞു. ഇന്നലെ തീരെ ഉറങ്ങാൻ പറ്റിയില്ല. രാത്രി വണ്ടികൾ വരികയോ പോവുകയൊക്കെ ചെയ്തു. താഴെ വലിയ കോലാഹലം കേട്ടൂല്ലോ. എല്ലാരും എത്തിയിട്ടുണ്ട്. ഞാൻ തന്നെ ആ മദ്രാസിലും കോട്ടയിലോട് ആരാ ഇതൊക്കെ ചെണ്ട കൊട്ടി നാട് മുഴുവൻ അറിയിക്കാൻ പറഞ്ഞത്? സുഖമില്ലാണ്ട് കിടക്കുമ്പോഴും ഒരു സമാധാനം തരില്ല എന്ന് വെച്ചാൽ തിരുമനസ് മാപ്പാക്കണം. തലകർക്കവും ഛർദിയും വന്നപ്പോ ഞാനങ്ങ് ഭയന്നു പോയി. ഇതോടെ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചു അല്ലേ? തിരുവുള്ളക്കേടുണ്ടാവരുത്. സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. തമ്പുരാട്ടിമാരെ മാത്രമേ അറിയിച്ചിട്ടുള്ളൂ. അപ്പൊ പത്രത്തിൽ വന്നതോ? അതും അടിയന് പറ്റിയൊരു തെറ്റാണ്. ഒന്ന് തുമ്മിയാൽ അതും വാർത്തയാക്കണോ? ഫോൺ അങ്ങനെ ചിലച്ചോണ്ടിരിക്കുക. ആ രാമമേനോൻ മറുപടി പറഞ്ഞു തോറ്റു. മന്ത്രിമാര് വിളിക്കണു, MLA വിളിക്കണു. ഇനി ഉണ്ടാവില്ല. തന്റെ ഇഷ്ടത്തിന് താൻ ഒന്നും ചെയ്യണ്ട. ഞാനോ മേനോ പറയണത് മാത്രം ചെയ്താൽ മതി. മനസ്സിലായില്ലേ കുഞ്ഞീഷ? അടിയൻ. എനിക്ക് പോവാൻ. പെങ്ങന്മാരും മരുമക്കളും ഒക്കെ വന്നിട്ടുണ്ട്. അവര് കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക. എന്തിന്? ഇതുവരെ കണ്ടതൊന്നും പോരെ? കാണാത്രേ. തലയ്ക്ക് സ്ഥലമില്ലാത്ത ഒരെണ്ണമുണ്ട് ഇവിടെ. അതിനെ ആർക്കും കാണുകയും വേണ്ട, കേൾക്കുകയും വേണ്ട. ദൂരെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് എങ്ങനെയാ കാണണ്ടെന്ന് പറയാ? മരിച്ചിട്ട് വന്നാ മതിയല്ലോ. എല്ലാവർക്കും ഉള്ളത് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞോളൂ. ശല്യങ്ങള്. അവസാനം അനാഥാകാൻ പോണത് ഭാഗീരഥിയാ. എന്റെ കാലം കഴിഞ്ഞാലും അവളെ മറക്കരുത് കേട്ടോ. പ്രസവിച്ചില്ലെങ്കിലും അമ്മയെന്ന് വിളിച്ചാ ശീലിച്ചത്. അമ്മയായിട്ട് തന്നെ കരുതണം. കരുതും, എനിക്കറിയാം. വളർത്തുമകളല്ല, മകളായിട്ട് തന്നെ അച്ഛൻ കണ്ടിട്ടുള്ളൂ. മേന്നെ ഒന്ന് കുളിച്ചാലോ? വിരോധമില്ല, പക്ഷെ ഇന്ന് തന്നെ വേണോ? വേണം. ഇപ്പോഴത്തെ ഈ സുഖമില്ലായ്മയൊക്കെ കുളിക്കാഞ്ഞിട്ടാ. എന്നിട്ട് മതി മരുന്നും പ്രാതലും ഒക്കെ. നളചരിതത്തിൽ കലാമണ്ഡലം പപ്പുക്കുട്ടി ആശാന്റെ ദമയന്തി പൂരിക്കണ പോലെ തന്നെ. ചോന്നൂല മുഖം. എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഉപദ്രവിക്കേ? രാധ എന്താ ഇങ്ങനെ പറയണേ? ഇട്ടം കൊണ്ടല്ലേ പറഞ്ഞേ? എന്നെ ഇഷ്ടപ്പെടണ്ട, ഒന്ന് പോകൂ. മാധുത്തമ്പുരാട്ടി കണ്ട ചീത്ത മുഴുവൻ ഞാൻ കേൾക്കണം. രാധ എന്ന അമൂല്യ പുഷ്പത്തിന് ചുറ്റും പ്രണയപരവശനായി പറക്കുന്ന വണ്ടാണ് ഞാൻ. ഒരു ഭൃംഗം. ആ ഭൃംഗം. ഹലോ മിസ്റ്റർ ഭൃംഗം, പാഞ്ചാലി പരിണയമോ നളദമയന്തിയോ? ഏത് കഥയാണ് ആടുന്നത്?
എങ്ങനെയാ ഓടണേ? അവിടെ നിക്കടി. തമ്പുരാക്കന്മാരുടെ മുന്നിൽ ആടാനും കൊഴയാനും ഒന്നും നിക്കണ്ട. അവസാനം എന്തെങ്കിലും സംഭവിച്ചാ കണ്ണീർ ഒലിപ്പിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഞാനൊന്നും പറയാൻ നിന്നില്ല. തമ്പുരാൻ വിശദീകരണം ഒന്നും വേണ്ട. 3-4 ആൺകുട്ടികൾ അവിടെ വേറെ വന്നിട്ടുണ്ട്. കളങ്കമില്ലാത്ത കുട്ടികളാ. അവരെ കണ്ണ് കാണിക്കാനും ചിരിക്കാനും ഒന്നും നിക്കണ്ട. വഴക്കൊന്നും പറയണ്ട എന്റെ മാധവി, പൊക്കോട്ടെ. പാവം. പാവം പാവമാണെങ്കിൽ വിളിച്ച് കൂടെ താമസിപ്പിച്ചോളൂ. പൂങ്കണ്ണീരൊന്നും ഒലിപ്പിക്കണ്ട. കള്ളക്കരച്ചില് എന്താ എടുത്തേ? തള്ളയുടെ സ്വഭാവം എടുത്തു തുടങ്ങിയിരിക്കുക. ഞാൻ പറയാം നമ്മുടെ മക്കളുടെ അടുത്തൊന്നും എടുക്കണ്ടെന്ന്. പണ്ട് തള്ള തന്തയില്ലാത്ത കുട്ടിയെ വയറ്റിലിട്ട് നടന്നപ്പോഴും തമ്പുരാക്കന്മാർക്കായിരുന്നില്ലേ ചീത്തപ്പേര്? അവസാനം വിളിച്ചു തീർത്ത് ചോദിച്ചപ്പോഴല്ലേ കറവക്കാരൻ ആരുടെ പേര് പുറത്തു വന്നത്? ഞാൻ പൊയ്ക്കോട്ടെ തമ്പുരാട്ടി. പൊയ്ക്കോ. എന്നിട്ടുള്ളതും ഇല്ലാതൊക്കെ കൂടി ഏട്ടൻ തിരുമനസിനടുത്ത് പോയി പറഞ്ഞു കൊടുക്ക. ഉദയനാപുരം കൊട്ടാരത്തിലെ രാജകുമാരിയല്ലേ? നമ്മുടെയൊക്കെ ഒരു ഗതികേടേ. അടിച്ചു കളിക്കാൻ നിന്ന പാറക്കുട്ടി ഒരപ്പരെ പിഴച്ചു പറ്റിട്ട് പോയ കുട്ടിക്ക് ഇപ്പൊ നമ്മളെക്കാളും സ്ഥാനം എവിടെ? എന്തിനാ മറ്റുള്ളവരെ പറയുന്നേ? നമ്മുടെ ഏട്ടൻ തിരുമനസിനെ തന്നെ പറഞ്ഞാ മതി. ഏട്ടൻ തിരുമനസിന് കാര്യങ്ങളെല്ലാം അറിയാം. വിവാഹപ്രായമെത്തിയ 2 പെമ്മക്കളുണ്ട് ഞങ്ങൾക്ക്. ആ ശൂദ്രജി പെണ്ണിന് കൊടുക്കുന്ന സ്ഥാനമെങ്കിലും സ്വന്തം അനന്തരോൾമാർക്ക് കൊടുത്തൂടെ? എത്ര നേരത്തെ വേളി കഴിച്ച് വിടേണ്ടതാ എന്റെ കുട്ടികളെ. അതും ശരിയാണ്. നീലഗിരിയിലെ എസ്റ്റേറ്റ് എന്നെ ഏൽപ്പിച്ചാൽ ഇതിലും ഭംഗിയായിട്ട് ഞാൻ നോക്കി നടത്തില്ലേ? സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥനായിരുന്ന രാമമേനന് തേയിലത്തോട്ടത്തെ പറ്റി എന്ത് മണ്ണാങ്കട്ടെ അറിയാം. അമ്മാവൻ നമ്മളെയൊക്കെ ശത്രുക്കളായിട്ടാ കാണണേ. എന്റെ മോൻ ബോംബെ പോയി കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ചെറിയച്ഛൻ ഏട്ടനോടൊന്ന് പറയണം. ഞങ്ങൾക്ക് എന്തെങ്കിലും തരാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതിങ്ങോട്ട് നേരത്തെ തരാൻ. ഞാൻ എങ്ങനെ പറയും? ചെറിയച്ഛന് പറഞ്ഞാൽ എന്താ? അച്ഛന്റെ സ്ഥാനല്ലേ? അതല്ല, ആ ബാലരാമന് 4-5 ഏക്കർ സ്ഥലം ഇഷ്ടദാനമായി ചോദിക്കാൻ ഒരുങ്ങിയിരിക്കുക ഞാൻ. അതിന്റെ ഇടയില് ഇതെങ്ങനെ ചോദിക്കും? ഓഹോ, അത് ശരി. അപ്പൊ വെറുതെ അല്ല ചെറുമോനെ കൊണ്ട് ഇങ്ങോട്ട് എഴുന്നള്ളിയത്. ഞങ്ങളൊക്കെ അവകാശപ്പെട്ടതാ ചോദിക്കണേ. മുത്തശ്ശന് ഏത് വകുപ്പിലാ ഇഷ്ടദാനം? പറഞ്ഞു വന്നാ നമുക്ക് ആർക്കുമില്ല അവകാശം. എല്ലാവരുടെയും ഭാഗം തിരിഞ്ഞത് തന്നെയാ. ഉദയവർമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായി ഈ സ്വത്തൊക്കെ. അതുകൊണ്ട് അവകാശത്തിന്റെ കഥയും പറഞ്ഞു തന്നാ ആർക്കും ഒന്നും കിട്ടാണ്ടാവും. ഒരു തരി മണ്ണ് ധരിക്കില്ല. അത് ഞാൻ വിചാരിച്ചാൽ നടക്കും. മൂത്ത് ധരിച്ചിട്ടും ദുഷ്ടബുദ്ധിക്ക് ഒരു കുറവില്ല. രവി, എന്താ ഇത്? ഗുരുത്വദോഷം പറയുന്നോ? ചെറിയച്ച ക്ഷമിക്കണം. അവൻ ബോധമില്ലാണ്ട്. ബോധം കൂടിയിട്ടാ നന്നല്ല. നാക്ക് ആയുസ് കുറയ്ക്കും. എത്തിയിട്ടുണ്ടല്ലോ ആരൊക്കെയോ. 4-5 ദിവസമായിട്ട് ഈ ശല്യം ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. ആരാ? ആരാണാവോ? ദിവസം ഉണ്ടാവുമല്ലോ ആരെങ്കിലും. അത് രാമനാട്ടുകര അനന്തമൂർത്തിയുടെ ശബ്ദമാണല്ലോ. Na